നമസ്കാരം. ജ്യോതിഷശാസ്ത്രത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ശക്തമായ ത്രിഗ്രഹ സംയോജന കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 3 പ്രധാന ഗ്രഹങ്ങളുടെ ശക്തി ഒരുമിക്കുന്ന ഈ ഒരു സമയം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ധനലാഭവും കർമ്മമേഖലയിൽ ഉയർച്ചയും കുടുംബ സൗഖ്യവും ഭാഗ്യവാതിൽ നിങ്ങളുടെ മുന്നിൽ തുറക്കാൻ പോകുന്ന സമയമാണ്. എന്നാൽ ഭാഗ്യം വരുന്നു, ഭാഗ്യവാതിൽ തുറക്കുന്നു, സത്യം തന്നെ. എന്നാൽ ഓർമ്മിക്കേണ്ടതായ ഒരു വലിയ സത്യം കൂടി ഇവിടെയുണ്ട്. അതായത് ഭാഗ്യയോഗങ്ങൾ തെളിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് ശരിയായ രീതിയിൽ ജീവിച്ചാൽ മാത്രമേ ആ രാജയോഗത്തിൻ്റെ ഫലം നമുക്ക് പൂർണ്ണമായി വന്നു ചേരുകയുള്ളൂ. അതിനാൽ തന്നെ ചില തെറ്റുകൾ ചെയ്താൽ ആ ഭാഗ്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതും നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ ത്രിഗ്രഹ സംയോജനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. രോഹിണി, പൂയം, ഉത്രം, ചോതി, രേവതി, തിരുവോണം, അനിഴം, മകയിരം, അവിട്ടം. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ആരംഭിക്കുന്നത് അത്യപൂർവ ഭാഗ്യകാലമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഏറെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ മാറി ഭാഗ്യമായി മാറാനുള്ള സാധ്യതയിലേക്ക് വരും. സാമ്പത്തികമായി തടസ്സങ്ങൾ മാറും, കടബാധ്യതകളിൽ നിന്ന് ആശ്വാസമുണ്ടാകും, തൊഴിൽ മേഖലയിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ അവസരങ്ങൾ വന്നു ചേരും, കുടുംബത്തിലും നഷ്ടപ്പെട്ടുപോയ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരും. എപ്പോഴും ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഈ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും എല്ലാവർക്കും വന്നു ചേരുന്നത്. അതായത് തടസ്സങ്ങൾ മാറി ഭാഗ്യകാലം ഉണ്ടാവുന്നതാണ്. എന്നാൽ ഈ നക്ഷത്രക്കാർ ഇപ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എപ്പോഴും പറയാറുണ്ട് ഭാഗ്യം വരുന്നു എന്ന്. ആ ഭാഗ്യം വരുമ്പോൾ അതിന് തടസ്സമായി നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ പറയുന്നതായ അല്ലെങ്കിൽ ഈ നടക്കുന്നതായ ഗ്രഹമാറ്റങ്ങളുടെ പൂർണ്ണഫലം നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുള്ളൂ. അപ്പോൾ അതിനായി ആദ്യം രോഹിണി, രേവതി, മകയിരം നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ പറഞ്ഞു തരാം. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നനഞ്ഞ കാലുമായിട്ട് ഒരിക്കലും ഉറങ്ങാൻ കിടക്കരുത്. അതായത് ചില ആളുകളുണ്ട് ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ആ നനഞ്ഞ കാലോടുകൂടി വന്ന് കട്ടിൽ കയറി കിടക്കാറുണ്ട്. മിക്ക ആളുകളും അങ്ങനെ അല്ല എങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ വാസ്തുപ്രകാരം നോക്കുമ്പോൾ ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ അകറ്റുന്ന ഒരു ശീലമായിട്ട് കൂടി ഇവിടെ കണക്കാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെറ്റായ ശീലം നിങ്ങളുടെ സാമ്പത്തിക ഉയർച്ച ലഭിക്കേണ്ടതായ ഈ ഭാഗ്യയോഗത്തിന് തടസ്സമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ അശ്രദ്ധ ധനതടസ്സം സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുൻപ് കാലുകൾ ശുദ്ധിയാക്കണം എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ രാത്രികാലങ്ങളിലും ബ്രഷ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ കുളിക്കണമെന്നല്ല, ബ്രഷൊക്കെ ചെയ്ത് കൈയും കാലുമൊക്കെ വൃത്തിയാക്കിയിട്ട്, അതായത് നമ്മൾ രാവിലെ ഉണർന്നതിന് ശേഷം ആ കാലുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്യാറുണ്ട്. ഗൃഹത്തിലിരിക്കുന്നവരാണെങ്കിൽ പോലും ഒരുപാട് നടക്കാറുണ്ട്. അപ്പോൾ ആ നടന്ന് ചിലപ്പോൾ അറിയാതെ പ്രാണികളെ ചവിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഉറുമ്പിനെ ചവിട്ടാറുണ്ട്. അപ്പോൾ അത് വലിയൊരു ദോഷമൊന്നുമല്ല എങ്കിൽ പോലും അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് എന്നതും ഒരു കണക്കായിട്ട് വരേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കാലുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത പാപം, അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപങ്ങൾ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്ന വേളയിൽ കാല് കഴുകാതെ അല്ലെങ്കിൽ ശുദ്ധിയാക്കാതെ വന്ന് കിടന്നാൽ ആ പാപവും പേറിയാണ് നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കുന്നത്. അത് ദോഷമായി വരാൻ സാധ്യതയുണ്ട്. കൂടാതെ കാലുകൾ വൃത്തിയാക്കി ശുദ്ധിയാക്കി കിടക്കുന്നത് ആരോഗ്യപരമായി നോക്കുമ്പോഴും വളരെയധികം ഉത്തമമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതിനും അതൊരു കരുതലായി മാറുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ജ്യോതിഷ സംബന്ധമായി അല്ലെങ്കിൽ വാസ്തുപരമായി പറയുമ്പോൾ കാലുകൾ അതായത് നനഞ്ഞ കാലോടുകൂടി വന്ന് ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന ശീലമുള്ളവർ, ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ പെടുന്ന നിങ്ങൾ ഈ തെറ്റ് ഒഴിവാക്കുക. കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നതിനായി ഈ തെറ്റ് നിങ്ങൾ ഒഴിവാക്കേണ്ട കാരണം എന്തെന്നാൽ ത്രിഗ്രഹ യോഗത്തിൻ്റെ പൂർണ്ണഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഉണ്ട്. ഇനി അടുത്തത് പൂയം, ചോതി, അനിഴ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. തലയിണയുടെ അടിയിൽ, അതായത്
നിങ്ങളുടെ ബെഡ്റൂമിൽ. മിക്ക ആളുകളും ഇപ്പോൾ ചെരുപ്പൊക്കെ ഇട്ടാണ് വീടിനകത്ത് നടക്കുന്നത്. ചിലപ്പോൾ ടൈൽസിൻ്റെ ബുദ്ധിമുട്ടുകൾ പിടിക്കാതെ, തണുപ്പ് പിടിക്കാതെ. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ അകത്തും ചെരുപ്പിടാറുണ്ട്. ആ ചെരുപ്പല്ല പുറത്ത് പോകുമ്പോൾ ഇടുന്നത്, അത് വേറെ ചെരുപ്പ്. അങ്ങനെ ചെരുപ്പിടാറുണ്ട്. ആ ചെരുപ്പുമായി കിടക്കുന്ന മുറിയിൽ വന്നിട്ട് അവിടെ തന്നെ ആയിരിക്കും ചിലർ ഊരിയിടാറുള്ളത്. എന്നിട്ട് ബെഡിൽ കയറി കിടക്കാറുണ്ട്. ചിലപ്പോൾ തലയുടെ ഭാഗത്തായിരിക്കും ചെരുപ്പ് അങ്ങനെ ഊരി വെക്കുന്നത്. അതായത് നിലത്താണെങ്കിലും നിങ്ങൾ കിടക്കുമ്പോൾ അത് തലയുടെ ഭാഗത്തായിട്ടാണല്ലോ വരുന്നത്, തലയിണയുടെ നേരെ താഴെയായിട്ട് വരും. അങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഈ പറയുന്ന പൂയം, ചോതി, അനിഴ നക്ഷത്രക്കാർ. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഫലം വരണം, അതായത് ത്രിഗ്രഹ യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങളിലേക്ക് വരാൻ, നെഗറ്റീവ് എനർജി നഷ്ടപ്പെട്ട് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതിനാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, രാത്രിയിൽ നിങ്ങളുടെ തലയുടെ സൈഡിലായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കിടക്കയുടെ അരികിലായിട്ട് പാദരക്ഷകൾ ഒരു കാരണവശാലും കൊണ്ടുവന്ന് വെക്കരുത്. ഇത് വാസ്തുദോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരേണ്ടതായ ഗുണഫലങ്ങളെ ദുർബലമാക്കുന്നതിന് സഹായിക്കും. അപ്പോൾ ആ ഒരു സഹായത്തിൽ നമ്മൾക്ക് ദോഷമായി വരാൻ സാധ്യതയുള്ളതിനാൽ ആ തെറ്റ് നിങ്ങൾ ചെയ്യരുത്. ഇനി തിരുവോണം, ഉത്രം, അവിട്ടം നക്ഷത്രക്കാർ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചില ആളുകളുണ്ട് വീട്ടിൽ ബഹളമൊക്കെ വെച്ചിട്ട് ആ ദേഷ്യത്തോട് പോയി കിടന്ന് ഉറങ്ങും. അതും നെഗറ്റീവായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും കിടന്ന് ഉറങ്ങുമല്ലയോ, മനസ്സിന് സമാധാനം കിട്ടുന്ന കാര്യമല്ലേ, അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്ന്. പക്ഷേ നമ്മൾ ആ ദേഷ്യഭാവത്തിലായിരിക്കും കിടന്ന് ഉറങ്ങുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ ദേഷ്യത്തിൽ എഴുന്നേൽക്കുന്നവരുണ്ടാകും. പക്ഷേ ഉറക്കം കഴിയുമ്പോൾ ആ ദേഷ്യത്തെ മറന്ന് മറ്റൊരു മനുഷ്യനായി അല്ലെങ്കിൽ അതായത് മനസ്സിലെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളൊക്കെ കളഞ്ഞിട്ട് പുതിയൊരാളായിട്ട് ഫ്രഷായിട്ട് എഴുന്നേൽക്കുന്നവരും ഉണ്ടാകും. പക്ഷേ ഇവിടെ ഉത്രം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരും ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ പൂർണ്ണഫലങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായി രാത്രികാലങ്ങളിൽ വഴക്കുണ്ടാക്കാതിരിക്കുക. അഥവാ എന്തെങ്കിലും സംസാരങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീടിനകത്തുണ്ടായാൽ പോലും അത് അവിടെ തീർത്ത് സോൾവ് ആക്കിയതിന് ശേഷം ശുദ്ധമായ മനസ്സോടുകൂടി വന്ന് വേണം ഉറങ്ങുന്നതിന്. അല്ലാതെ പക്ഷം നിങ്ങളുടെ ജീവിതഗതിയെ തന്നെ ഇത് ബാധിക്കുന്ന ഒരു കാരണമായിട്ട് മാറും എന്നതുകൂടി ജ്യോതിഷപരമായിട്ട് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ഒരു വഴക്ക് എന്തെങ്കിലും ഉണ്ടായാലും കുട്ടികളുമായിട്ട് ദേഷ്യപ്പെട്ടു, ആ ദേഷ്യവുമായിട്ട് നിങ്ങൾ ബെഡിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സൊന്ന് ഫ്രഷാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഗായത്രി മന്ത്രം ജപിച്ചാൽ മതി. ഒരു 3 തവണ ഗായത്രി മന്ത്രം അല്ലെങ്കിൽ ഒരു 11 ഗായത്രി മന്ത്രം ജപിച്ചിട്ടൊന്ന് കിടന്ന് നോക്കിയാട്ടെ. നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് മൂലം ഉണ്ടായ വഴക്കാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വായിൽ നിന്ന് ഒരു അനക്ഷരം വീണുപോയിട്ടുണ്ടെങ്കിൽ അത് നിമിത്തമുള്ള പാപങ്ങളാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് അല്ലെങ്കിൽ നിങ്ങളെ ഫ്രഷാക്കി എടുക്കുവാൻ ഈ ഗായത്രി മന്ത്രത്തിന് സാധിക്കും. അപ്പോൾ അതൊരു നാമജപമായിട്ടും പഠിച്ച് മനസ്സിൽ ടെൻഷൻ വരുമ്പോഴായാലും എപ്പോഴായാലും നിങ്ങൾക്ക് ഗായത്രി മന്ത്രത്തിനെ കൂട്ടുപിടിച്ച് ആ മന്ത്രം ജപിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചോതി, രേവതി, തിരുവോണം, പൂയം നക്ഷത്രക്കാർ കിടക്കുമ്പോൾ ഒരു കാരണവശാലും വടക്കോട്ട് തലവെച്ച് കിടക്കാതിരിക്കുക. ആരും വടക്കോട്ട് തലവെച്ച് കിടക്കരുത്. നമ്മുടെ ശരീരത്തെ ദുർബലപ്പെടുത്തും അല്ലെങ്കിൽ നമ്മളുടെ മാനസിക സമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വടക്കോട്ട് തലവെച്ച് കിടക്കുന്നത് ദോഷം തന്നെയാണ്. എങ്കിലും പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാർ ഒരു കാരണവശാലും അങ്ങനെ കിടക്കാൻ പാടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്കൊരു ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചോദ്യം വരാം, ഇത് ത്രിഗ്രഹ സംയോജനത്തിൻ്റെ ഏറ്റവും വലിയ ധനയോഗം എങ്ങനെയാണ് വന്നു ചേരുക എന്നത്. അതായത് ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ അതിൻ്റേതായ പാലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഫലങ്ങൾ വന്നു ചേരുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ കളയാവുന്ന മാത്രമേ ഉള്ളൂ. ഫലങ്ങളൊന്നും തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയുമില്ല. അപ്പോൾ ഇവിടെ കൂടുതലായി മാറ്റങ്ങൾ വരുന്നത് രോഹിണി, രേവതി, ഉത്രം, അനിഴം, തിരുവോണം നക്ഷത്രക്കാർക്കായിരിക്കും. അപ്രതീക്ഷിത ധനലാഭം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ അപ്രതീക്ഷിത ധനലാഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടാതിരുന്നതായ ധനം വരിക എന്നതാണ്. അതിലുപരി ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് ലോട്ടറി ഒന്നും എടുക്കാതെ ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഭാഗ്യമൊക്കെ ഉണ്ടാകും. പുതിയ ജോലിക്കുള്ള ഒരു പെട്ടെന്ന് സഡനായിട്ടുള്ള ചില ഫോൺ കോളുകളൊക്കെ വരാനും ബിസിനസ്സിൽ തന്നെ പെട്ടെന്നൊരു ഉയർച്ചയൊക്കെ ഒരു ഗ്രോത്തൊക്കെ ഉണ്ടാകാനുമുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അടുത്ത ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിച്ച് ഒരു നെയ്വിളക്കൊക്കെ തെളിയിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാകുന്നതിന് സഹായിക്കുക. അതായത് നെയ്ദീപം തെളിയിച്ചത് ഗൃഹത്തിൽ തന്നെ പൂജാമുറിയിൽ നെയ്ദീപം തെളിയിക്കാവുന്നതാണ്. അതല്ലാത്ത പക്ഷം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് തെളിയിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതുമാണ്. വീട്ടിൽ നിന്നതായ കലഹങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ടോ എപ്പോഴും ചില ആളുകൾ മുഖത്തോട് മുഖം നോക്കിയാൽ ചെറിയ കാര്യത്തിന് പോലും വഴക്കുണ്ടാകുന്ന ഒരു പ്രകൃതമുണ്ട്. അപ്പോൾ അതൊക്കെ മാറുന്നതിനും ചെറിയൊരു ബോട്ടിൽ നെയ്യ് വാങ്ങിച്ച് തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക്
തെളിയിച്ചും അത്രയും ചെയ്താൽ മാത്രം മതി. ആ വഴക്ക് പ്രശ്നങ്ങൾ, കാരണമില്ലാത്തതായ പ്രശ്നങ്ങൾ, കാരണമൊന്നുമില്ല. നമ്മൾ ഈ സവാള പൊളിക്കുമ്പോൾ എങ്ങനെയാണ് ഏറ്റവും പൊളിച്ചു വരുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നത്, കാരണം ഒന്നും തന്നെ കാണില്ല. പക്ഷേ ചെറിയൊരു ഇഷ്യൂ ആയിരിക്കും വലിയൊരു പ്രശ്നത്തിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിൽ നെയ്യ് വാങ്ങിച്ച് തലയ്ക്കൊഴിഞ്ഞിട്ട് അടുത്ത ദേവീക്ഷേത്രത്തിൽ നെയ്യ് ദീപം തെളിയിച്ചാൽ മതി, എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിനയമാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പവർ എന്നുകൂടി പറയുന്നത്. അപ്പോൾ വലിയൊരു മാറ്റവും നേട്ടവും ഒക്കെ തന്നെ വന്നു ചേരാനായിട്ട് ഗ്രഹമാറ്റങ്ങൾ നടക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ പോകേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഇവരുടെയും ജീവിതത്തിൽ നല്ലതായ മാറ്റങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.